നടക്കാത്ത ഗ്യാസ്. എന്റെ അടുത്ത് ഈ ഗ്യാസ് പറഞ്ഞോണ്ട് ചേട്ടത്തിയുടെ എല്ലാ കാര്യവും ഞാൻ കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരുമാതിരി ഞഞ്ഞാവിഞ്ഞ ഗ്യാസ് ആയിപ്പോയി. അതിലൊരു അല്പമെങ്കിലും അല്പമെങ്കിലും ന്യായം ഉണ്ടെന്ന് ഞാൻ കൂടെ തന്നെ. എന്തോ ചേട്ടൻ നിന്റെ ഭാര്യ ഇതിനെല്ലാം കാരണം. ഞാൻ ഒന്നും ചെയ്തൊന്നുമില്ല. അവൾ എന്റെ അടുത്ത് പിന്നടിക്കാൻ പറഞ്ഞ് ഞാൻ അടിച്ചു. നീ ബാങ്ക് മാനേജറെ ഭാര്യ തന്നെ, നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ? നമ്മൾ വിചാരിച്ചില്ലല്ലോ മാമ, എല്ലാം നാട്ടുകാരും മൊത്തം ഇതേപോലെ പറ്റിക്കാൻ നടക്കുകയാണ്. ഇപ്പം അറിഞ്ഞ നാട്ടുകാർ പറ്റിക്കാൻ നടക്കണ കാര്യം അവർക്ക് അയച്ചു കൊടുത്തപ്പോ അവര് തൊട്ട് വല്ലവരും അയച്ചാണ് ലിങ്കിലൊക്കെ ചെന്ന് പാസ്വേഡ് അടിച്ചു കൊടുക്കുന്ന കാര്യം ഒന്നായിരുന്നു. ഇപ്പൊ നിന്റെ ഫോണിൽ വന്നാൽ നീ ഇതെന്താ ചെയ്യുമായിരുന്നു? ഓ എന്റെ ഫോണിൽ ചെയ്തോണ്ട് നടക്കില്ല, എല്ലാവർക്കും ഇങ്ങനെ അടിച്ചോണ്ട് നടക്കുകയില്ല. കാര്യം ഞാൻ പറയാം, നീ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, നീ കൂടുതൽ ഇളവല്ല. നീ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ത് കാര്യം എന്ന് അറിഞ്ഞില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മനുഷ്യ ഇങ്ങനെ നിക്കണല്ല, അങ്ങനെ 10 പൈസ വില കൊടുത്തത് ഇങ്ങനെ നിങ്ങൾ ചെയ്യും? കാര്യം പറ. മണി എന്ത് കാര്യം? അത് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ഇട്ടില്ലേ? അത് വേണ്ട ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ചേച്ചി പറഞ്ഞ ഫ്രിഡ്ജ് വാങ്ങിക്കണം. എങ്ങനെയുണ്ട് ഇപ്പം? ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ അത് എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇത് പല കാര്യം അത് വേണ്ട, ഇനി വാങ്ങിക്കണ്ട. എന്ത് പണി നിനക്ക്? പിന്നെ അതല്ല വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് കൊറേ വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് ഇത്തിരി വാശിയായി. എന്നാ പിന്നെ വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നി. പകതിരിവ് വേണം, പകതിരിവ്. നീ എന്നിട്ട് അപ്പൊ പൈസ ഇല്ലാത്തോണ്ട് ഈ പഴയ ഫ്രിഡ്ജ് വിറ്റിട്ട് പുതിയത് വാങ്ങിക്കാന്ന് വിചാരിച്ചേ. അപ്പൊ വിൽക്കാൻ വേണ്ടിട്ട് മറ്റേ ഫോട്ടോ ഇട്ട് വിൽക്കാൻ. പൈസ പോയണ്ണ, പൈസ പോയി. എങ്ങനെ പോയെന്ന്? ഫോട്ടോ ഇട്ട് പൈസ വ്യക്തമായിട്ട് പറ, എനിക്ക് മനസ്സിലാവണില്ല. ഓ ഞാൻ മിണ്ടായിരിക്കാടി. നീ പറ. പറഞ്ഞു കൊടുക്കും. പറയാം. അപ്പൊ ഫോട്ടോ എടുത്തിട്ടപ്പോ ഒരു ഹിന്ദിക്കാരൻ മെസ്സേജ് അയച്ചു, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞ 1000 രൂപ ഇട്ടിട്ടുണ്ടെന്ന് ബാലൻസ് ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ വാട്സാപ്പിൽ അയാൾ ഒരു ലിങ്ക് അയച്ചു തന്നു. അപ്പൊ നമ്മൾ പൈസ എത്ര പോയത്? ഞാൻ ചോദിക്കട്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞുതരാം. നീ പറ. അപ്പൊ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് പാസ്വേഡ് ചോദിച്ചു. നീ പാസ്വേഡ് അയച്ചു കൊടുത്താ? അയച്ചു കൊടുത്തില്ല, പകരം ടൈപ്പ് ചെയ്ത് വിട്ടു കൊടുത്തു. ബെസ്റ്റ്. ടൈപ്പ് ചെയ്ത് കൊടുത്താ പൈസ പോയി. എത്ര രൂപ പോയി? 6000 ചില്ലുവാനും. 6000 കൊണ്ട് നശിപ്പിച്ചിട്ട് ആർക്കെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാ? എനിക്ക് രാമ അടങ്ങ് പോട്ട് നോക്കടാ. അവര് വിഷമിച്ച് നിൽക്കുന്നു. അല്ലേ തന്നെ നമ്മൾ എത്ര രൂപ ചെലവാക്കണം? പോട്ട്. അതെ, അവൻ പറഞ്ഞ കാര്യമുണ്ട്. ഈ ഓൺലൈനിൽ തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പല കാര്യങ്ങളും നമ്മളെ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, OTP നമ്പർ, പാസ്വേഡ് ഒന്നും ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. അതുപോലെ ഇപ്പൊ പുതിയൊരു തട്ടിപ്പ് വന്നിട്ടുണ്ട്. ഈ നമ്മൾ എന്തെങ്കിലും സൈറ്റിൽ സാധനം വിൽക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഓടം തന്നെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് വരും. എന്നിട്ട് അവര് ഓടം തന്നെ ഒരു QR കോഡ് ഇട്ട് തരും. ഈ QR കോഡ് ആ ലിങ്ക് തൊട്ടാ മതി, നമ്മുടെ അക്കൗണ്ടിൽ പൈസ പോകും. അതന്നെ ഇവിടെ സംഭവിച്ചത്. അതെ, അറിയാതെ പറ്റിപ്പോയത്, ക്ഷമിക്കണം, സോറി. പോട്ട് അണ്ണാ, ഞാൻ കൊള്ളാം. ഞാൻ വല്ല കാണായിരുന്നു. നീ കൊറേ പറഞ്ഞില്ലേ? പോട്ട് മോളെ, ചിന്നു വിഷമിക്കണ്ട. മണി പോട്ട്. ക്ഷമിച്ചല്ലോ അല്ലേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പോയില്ലേ? ശ്രദ്ധിക്കണം ഇനി. ദേഷ്യമൊന്നും ഇല്ലല്ലോ? ഇല്ല. പോട്ട്. സോറി. എന്റെ മാമ അറിയാതെ ചെയ്തു പോയതാണ് പാവങ്ങള്. അണ്ണ ബാവാണ്ട് കൊള്ളാം. എടാ എന്ത് ചെയ്യാൻ പറ്റും? പറ്റിപ്പോയില്ലേ? ഇനി അവരെ കുറ്റമൊന്നും പറയണ്ട. ഇങ്ങനെയൊക്കെ വരണ കയറി തൊടാനും പിടിക്കാനും പോണേ. ആരോട് പറയാം മാമ? രാമണ്ണ ഒരു കാര്യം ഏറ്റതാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്റെ പൊന്നെ, ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അല്ലായിരുന്നെങ്കിൽ അണ്ണ ഉണ്ടല്ലോ, പീസായിട്ട് വെട്ടി ഓരോ ദിക്കിലായിട്ട് എടുത്ത് എറിഞ്ഞേനെ നമ്മളെ. എന്റെ ദൈവമേ, അണ്ണനെ പറ്റിക്കാൻ. പക്ഷേ നീ ഇവിടെ അത് ശരി. മണി, ഞാൻ നേരത്തെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ നമ്പർ പറഞ്ഞില്ലേ? അത് ഇവനൊന്ന് അയച്ചു കൊടുക്കാം. എന്തിന്? അല്ല, അവിടെ അഭിനയിക്കാൻ ആളുണ്ടെങ്കിലേ, ഭാവിയിലെ തിലകനാണ്, അഭിനയ സാമ്രാട്ട്.